ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ചിട്ട് പറയാം. എല്ലാവരും വിചാരിക്കുന്നത് HIV മാത്രമാണ്, ഗൊണേറിയ, സിഫിലിസ്, എന്തെല്ലാം അസുഖങ്ങൾ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതലായിട്ട് വ്രണങ്ങൾ വരുന്നത്, ചൊറിച്ചിൽ വരുന്നത്, ഇതൊന്നും ആളുകൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളത്. സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ കുറിച്ചിട്ട് യെസ്, അതേക്കുറിച്ച് മാത്രമാണ് ആളുകൾ ചർച്ച ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇന്നും ഡോക്ടറെ അടുത്ത് പോകാൻ വരെ മടിയുള്ള എത്രയോ സ്ത്രീകളുണ്ട്. എൻ്റെ സത്യം പറഞ്ഞാൽ നമ്മളടുത്തൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ഈ പുകച്ചിലും ചൊറിച്ചിലൊക്കെ വരുമ്പോൾ എത്ര കാലം 2-3 മാസമൊക്കെ അത് വെച്ചിട്ട് ഇതെന്തോ മാനസിക പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ പറയാൻ മടിയായിട്ട് വരുന്ന കേസുകളുണ്ട്. ചിലർ സ്വയം മഞ്ഞളൊക്കെ തേച്ച് ചൂടുവെള്ളമൊക്കെ വെച്ച് മീൻസ് നമ്മളൊരു ചൊറിച്ചിൽ വന്ന അല്ലെങ്കിൽ വജൈനൽ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഇൻടേക്ക് ചെയ്യേണ്ടി വരും, ടാബ്ലറ്റ്സ് ഒക്കെ ഇൻടേക്ക് ചെയ്യേണ്ട കേസ് വരെ. അങ്ങനെ പറയുമ്പോൾ അവരൊക്കെ ഒരു ഇങ്ങനെയുള്ള കേസ് സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റലി ആയിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് മെന്റൽ ഹെൽത്ത്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫിസിക്കൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ സേവനം വേണം, അതല്ലെങ്കിൽ ഒരു ഗൈനക്കിന്റെ വേണ്ടി വരും, ഒരു സെക്സോളജിസ്റ്റിന്റെ വരും, എൻഡോക്രൈനോളജിസ്റ്റിന്റെ വരും, ഒരു ന്യൂറോളജിക്കലി ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരും, ഒരു യൂറോളജി വേണ്ടി വരും. അപ്പോൾ അതിന് ടാബ്ലറ്റ് എടുത്തതിന് ശേഷം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർ കൂടുതലും ഒരു സ്വയം ചികിത്സിക്കും. അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത് നോക്കില്ല. പുരുഷൻ എപ്പോഴും കാരിയറാണ്. പുരുഷന് ചൊറിച്ചിൽ വരില്ല, പുരുഷൻ ബന്ധപ്പെടുന്നു, പുരുഷൻ ഇവിടെ ഉണ്ടാവും, ബാക്ടീരിയ ഉണ്ടാവും. സ്ത്രീ ചൊറിയാൻ തുടങ്ങും, പിന്നെ മരുന്ന് വെക്കും, മാറും. പക്ഷെ ഇവിടെയുണ്ട്, പിന്നെയും ഇൻജെക്റ്റ് ആവും, പിന്നെയും ചൊറിയാൻ തുടങ്ങും. പക്ഷെ പുരുഷനും മരുന്ന് കഴിക്കണം, പക്ഷെ പുരുഷൻ കഴിക്കില്ല. ഗൈനക്കിന്റെ അടുത്ത് പോയാലല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് ചെക്ക് ചെയ്യാലല്ലേ അറിയുള്ളൂ. ചിലർ ഉപ്പിട്ട ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് പ്രോപ്പർ നോളജ് ഹൗ ടു ഡു എ ഗ്രേറ്റ് സെക്സ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സെക്ഷൽ ഡിസീസ് പറയണം, ഡിസോർഡർ പറയണം, ഓരോ ഏജിൽ എങ്ങനെയാണ് നമ്മൾ സെക്സിനെ കാണുന്നത് എന്നുള്ളത് പറയണം. അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം മീൻസ് ലൈഫ് ആഫ്റ്റർ ഡെലിവറി എങ്ങനെയാണ്, ഇതെല്ലാത്തിനെ കുറിച്ചിട്ട് നമ്മളൊരു പ്രോപ്പർ നോളജ്, ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ബയോളജി ക്ലാസ്സിൽ എക്സും വൈ എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പഠിച്ചോ എന്നല്ലേ പറയുന്നത്. പക്ഷെ പ്രോപ്പറായിട്ട് നമ്മൾ അവരുടെ ഒരു കല്യാണത്തിന് മുൻപേ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണ്.